കല്യാണത്തിന്റെ അന്ന് കാണിച്ച ആ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാരും ഇവൾ ആരാ ഇതെല്ലാത്തിലും ഇടപെടാൻ, ഇവൾ അഹങ്കാരി. സത്യം ലിറ്ററലി ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ തളരത്തില്ല. എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ലാത്ത ഒരാളാണ്. അവർക്ക് എന്നെ അറിയില്ലല്ലോ. പക്ഷെ ആ ഒരു സമയം ലിറ്ററലി എൻ്റെ ആ കല്യാണം കഴിഞ്ഞുള്ള ഒരു 2-3-4 ഡേയ്സ് എല്ലാവരുടെയും ലൈഫിൽ ഓർത്തിരിക്കേണ്ട ഒരു ദിവസമാണ്. പക്ഷെ എനിക്ക് അതുപോലും സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് സൈബർ ആക്രമണങ്ങളാണ് കിട്ടുള്ളത്. സീരിയസ്ലി. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവളാണോ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്? അതെ, ആണ്. അതിനാർക്കും എന്ത് നഷ്ടം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും അത്യാവശ്യം ഏജ് ആയവരാണ്. അല്ലാതെ അവരെല്ലാം ചെയ്യണം, ഞാൻ മറ്റേ സ്വപ്നലോകത്തെ ഒരു കുട്ടിയെ പോലെ കല്യാണത്തിന് ഇരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല എനിക്ക്. ഞാൻ അവരെ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഗൗരി കൃഷ്ണയുടെ പുതിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. രമ്യയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇന്റർവ്യൂ ചെയ്തതിൻ്റെ അകത്ത് കമന്റ് ബോക്സിൽ നോക്കിയപ്പം ചിലർക്കൊന്നും രമ്യയുടെ ചോദ്യങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത പോലെ കമന്റ് ഇട്ടെങ്കിൽ, നിങ്ങൾ അവരെ വേദനിപ്പിക്കുന്ന പോലെയൊക്കെയാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഡിവോഴ്സായി വന്നു നിന്നാലേ അതറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ കമന്റ് ബോക്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അകത്ത് രമ്യ ഒരു ചോദ്യം ചോദിക്കുന്നതാണ്. ഗൗരി കൃഷ്ണ ഭയങ്കര ഭക്തയാണല്ലോ. അപ്പം ഭഗവാനെ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നെന്ന് ഭഗവാനോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചിലപ്പോൾ അതായിരിക്കാം ജനങ്ങൾക്ക് കുത്തി ചോദിച്ച പോലെ തോന്നുന്നത്. പക്ഷെ അങ്ങനെ അതിനെ പറയാൻ പറ്റില്ല. ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ ഗൗരി കൃഷ്ണയുടെ പങ്കാളിയെ ഒരു നിമിഷം പോലും കുറ്റപ്പെടുത്തിയ ഒരു വാക്ക് പോലും ആ കുട്ടി പറഞ്ഞിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചോദ്യവും അങ്ങനെ ഒരു മറുപടി വരേണ്ട ഒരു ചോദ്യം രമ്യ ചോദിച്ചിട്ടുമില്ല. ആർക്കും ഒരു ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ. അല്ലാതെ ഒരു ഡിവോഴ്സ് കഥ പറയേണ്ടി വരുമ്പം ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അറിയാതെങ്കിലും അങ്ങോട്ട് പോവും. അറിയാതെ എന്താണേലും അവിടെ അനുഭവിച്ച ദുരിതത്തിന്റെ ഫലമായിട്ടാണല്ലോ ഡിവോഴ്സ് ആവുന്നത്, അത് നമുക്കറിയാം. പക്ഷെ എന്നാലും അവരെ ഒരു കുറ്റം പോലും പറയാൻ അത് മാന്യതയല്ല. ഇപ്പം മഞ്ജു വാര്യർ പറയുക, അതുപോലെ തന്നെ ഗൗരി കൃഷ്ണ കൊടുത്ത ഇന്റർവ്യൂവിൽ പുള്ളിക്കാരത്തി എവിടെയും ഒരു വാക്കുകൊണ്ട് പോലും പുള്ളിക്കാരത്തിയുടെ ജീവിത പങ്കാളിയായിരുന്ന വ്യക്തിയെ എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുണ്ട്. പക്ഷെ നമുക്ക് വരികൾക്കിടെ വായിക്കാന്ന് പറയുന്ന പോലെ നമുക്ക് മനസ്സിലാകും. ഒരു വാക്കിൽ പറയുന്നുണ്ട്, ഈ സൈബർ അറ്റാക്ക് അന്ന് വിവാഹത്തിന് ഈ മീഡിയക്കാരെ നിയന്ത്രിച്ചതിന്റെ സൈബർ അറ്റാക്ക് ഭയങ്കരമായിരുന്നു. അന്ന് പോലും, അതായത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ആദ്യത്തെ ദിവസങ്ങളിൽ പോലും ഇതിന്റെ ടെൻഷൻ അപ്പൊ കയറി വന്ന് അന്ന് പോലും ഒന്ന് സന്തോഷിക്കാൻ എനിക്ക് പറ്റിയില്ലെന്ന്. അപ്പൊ പിന്നെ അതിന്റെ ആ ഒരു വാക്യം നമുക്ക് മനസ്സിലാക്കാം. ആ കുട്ടിയുടെ ലൈഫിൽ പിന്നീട് അങ്ങോട്ടുണ്ടായി ഈ സൈബർ അറ്റാക്ക് ഫസ്റ്റ് ദിവസം ഉണ്ടായ പിന്നീട് അങ്ങോട്ടുണ്ടായ ദിവസത്തിലും ആ കുട്ടിക്ക് ഒരു സന്തോഷം കിട്ടിയിട്ടില്ല. അത് പിന്നെ അല്ലെങ്കിലും നമുക്കറിയാം ഡിപ്രഷനൊക്കെ ആയിരുന്നു. വീടിന് വെളിയിൽ ഇറങ്ങുമോ, വീഡിയോ ചെയ്യുമോ, ആരോട് സംസാരിക്കുമോ, ഒരു വർക്കും ചെയ്യാതെ രാവിലെ എണീക്കുക, പല്ല് കേൾക്കുക, പിന്നെ അനങ്ങാതെ റൂമിൽ തന്നെ ഇരിക്കുക, പിന്നെ കൗൺസിലിംഗ് ഒക്കെ നടത്തി. അതൊന്നും ഉപകാരമായില്ല. പുള്ളിക്കാരത്തെ തന്നെ പിന്നെ മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുവരിക ചെയ്തതെന്നാണ് പറയുന്നത്. ഈ ഇന്റർവ്യൂ കൂടുതലും ജനങ്ങളുടെ ചില ആറ്റിറ്റ്യൂഡുകളെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ വിവാഹ തകർച്ചയിൽ നിന്ന് പുള്ളിക്കാരത്തി കരകയറിയ കാര്യവും പറയുന്നുണ്ട്. എന്റെ ഫാമിലിക്കൊന്നും അങ്ങനെ മീഡിയനെ ഹാൻഡിൽ ചെയ്തോ, അവർക്ക് സാധാരണ ആൾക്കാരാണ്, അവർക്കറിയില്ല ഇങ്ങനെ മീഡിയ വന്ന് ഫുള്ള് നിൽക്കുന്നു. അവിടെ വന്നിരുന്നവരിൽ പലരും പറയുന്നു ഞങ്ങൾക്ക് കല്യാണം കാണണ്ടേ. അതൊക്കെ പല ആൾക്കാരാണ്. ചിലർക്ക് കല്യാണം കാണണം എന്നുള്ളതൊക്കെ അവർ വരുന്നത് അതിനാണ്, മനസ്സിലായി. അപ്പം ആർക്കും ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഓഡിയൻസിനെയും കാണാൻ പറ്റുന്നില്ല, അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും നമ്മളെ കാണാനും പറ്റുന്നില്ല. മീഡിയ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ നോക്കുന്നുണ്ട്, ആരും ഇതൊന്നും ഹാൻഡിൽ ചെയ്യുന്നില്ല. എന്റെ പേരൻസ് ഹാൻഡിൽ ചെയ്യുന്നില്ല. അവർക്ക് അറിയില്ലല്ലോ, അവർക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റും. ഈവൻ കല്യാണം കഴിച്ചിരുന്ന ആള് പോലും ഒന്നും മിണ്ടാണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തു, നിങ്ങൾ ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കും, ഇത്രയേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു ഹാൻഡ് മൂവ്മെന്റ് ഒക്കെ എടുത്ത് തമ്പനയിലിട്ട് അവിടെ കല്യാണം കഴിക്കാനിരുന്ന ഞാൻ എന്തോ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് അത് അഹങ്കാരമാവുന്നത്. ഈ പൂമുഖവാദിക്ക സ്നേഹം വിടർത്തുന്ന പൂന്ത്യങ്ങളാകുന്നു ഭാര്യ എന്നുള്ള പാട്ടിന്റെ വരികൾ, അല്ലെ മനുസ്മൃതിയാണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ അകത്തെ വരികൾ, ഇതിൻ്റെ അകത്ത് രൂപത്തിൽ ലക്ഷ്മിയും കാര്യത്തിൽ കാര്യേഷ് മന്ത്രി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കാര്യത്തിൽ മന്ത്രിയും രൂപത്തിൽ ലക്ഷ്മി ദേവിയെ പോലെ ഇരിക്കണമെന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗൗരി കാണാൻ ഭംഗിയുണ്ട്. പിന്നെ കാര്യത്തിൽ മന്ത്രി എന്ന് പറഞ്ഞാൽ ബോൾഡായ ഒരു സ്ത്രീയാന്ന് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. പിന്നീട് ആ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യം ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ പ്രേക്ഷകരുടെ മനസ്സോടെ ചിന്തിക്കും നമുക്കിതൊന്നും അറിയില്ല. അവരുടെ അച്ഛനും അമ്മയും കുറച്ച് പ്രായമുണ്ട്, പിന്നെ ചേച്ചി അനിയത്തി മാത്രമേ ഉള്ളൂ. അപ്പൊ കല്യാണം ഒന്നും നടത്താനും ഒരു കാര്യം നടത്താനും ആരുമില്ല. അപ്പൊ എല്ലാത്തിനും തലേദിവസം വരെ അവര് തന്നെ വെപ്രാളപ്പെട്ട് ഓടി നടക്കുകയായിരുന്നു. ആ ഒരു വെപ്രാളം തന്നെ ഗൗരിയുടെ മുഖത്തുണ്ടായിരുന്നു സത്യത്തില്. ഈ കല്യാണത്തിന് താലി കെട്ടാനിരിക്കുമ്പോൾ പെൺകുട്ടി മലയാളികളുടെ ഒരു രീതി, മലയാളികളുടെ ഒരു സങ്കല്പം ഒക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, നാണിച്ച് ശിരസ് താന്ന് പിന്നെ പോകാൻ നേരത്തെ അച്ഛനെയും അമ്മയെല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞു കൂവി ആകെ ഒരു ഇതായി മൊത്തം നേരം ഒന്നും മിണ്ടാതെ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു രീതി. അവിടെ നിന്ന് ഇപ്പൊ പോന്ന് നല്ല അന്തസ്സായിട്ട് ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളായി കേട്ടോ കല്യാണത്തിന്. അപ്പൊ ഗൗരി
ഈ തിരക്കുകളെല്ലാം നിയന്ത്രിക്കുന്നു, പിന്നെ മീഡിയക്കാരെ മാറ്റി നിർത്തുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് കെട്ടാൻ ആ താലി എടുക്കുമ്പോഴും കെട്ടേണ്ടത് എങ്ങനെയാന്ന് വരെ പറഞ്ഞു കൊടുക്കുന്ന പോലത്തെ ഒരു സീനൊക്കെയാണ് മീഡിയക്കാരെഴുതുന്നത്. അത് കണ്ടപ്പോൾ മലയാളികൾ എന്ത് പറയുന്നു ഒന്നും അറിയാമല്ലോ, നമുക്ക് ഇടവും വലവും അറിയില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു സങ്കല്പമാണ് അവിടെ പ്രശ്നമായിരിക്കുന്നത്. നമ്മുടെ സങ്കല്പത്തിലെ പെണ്ണ് ശിരസ് താന്ന് ഇങ്ങനെ കീഴോട്ടും കുനിഞ്ഞും മിണ്ടാതിരുന്ന് അങ്ങനത്തെ ഒരു രീതിയാണ്. ആ രീതിയിൽ നിന്ന് വിപരീതമായിട്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന വന്നപ്പോൾ നമുക്ക് ദേഷ്യമായിട്ട് നമ്മൾ ചുമ്മാ അഹങ്കാരി അത് ഇത് എന്നൊക്കെ പറയും. അതുപോലെ ഡിവോഴ്സ് വാർത്ത എത്തിയപ്പോൾ തന്നെ എൻ്റെ കമന്റ് ബോക്സിൽ അന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇന്നാളെ ഡിവോഴ്സിന്റെ വാർത്ത വന്നപ്പോൾ അന്നും എഴുതിയ ആൾക്കാരെല്ലാം എപ്പോഴും പറയുന്ന ഒരു കാര്യം, അവൾ അഹങ്കാരിയല്ലേ, അതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ആ പാട്ടിലെ വരികൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഇരിക്കുന്ന സ്ത്രീകൾ എപ്പോഴും മന്ത്രിയെ പോലെ ആയിരിക്കുന്നത് നല്ലതാണ്. ആ കുടുംബം നന്നായിട്ട് പോകും. ഇച്ചിരി ബോൾഡ് ആവുകയും കാര്യപ്രാപ്തി ഇല്ലാത്ത കഴുതകളായ സ്ത്രീകളാണ് കുടുംബം നശിക്കാൻ അത് മതി. അങ്ങനെ ഒരു ഇത് പണ്ടുതൊട്ടേ ഉള്ള, അല്ല പുതിയ വാചകമല്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ സങ്കല്പങ്ങൾക്ക് വിപരീതമായിട്ട് കാര്യസ്ഥന്റെ റോൾ എടുത്ത് ഗൗരി അണിഞ്ഞപ്പം അത് നമുക്ക് ദഹിച്ചില്ല. അതാണ് സൈബർ അറ്റാക്ക് ഉണ്ടാകാൻ കാര്യം. കാരണം അതുവരെയുള്ള മലയാളികളുടെ സങ്കല്പത്തിലെ മണവാട്ടിക്ക് ഒരു രൂപമുണ്ട്, ഒരു സ്വഭാവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അച്ഛനെയും അമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആകെ ഒരു ഇതായിട്ട് പോകണം. പക്ഷെ കാലം മാറി വരുന്നുണ്ട്. ഇന്നിപ്പോ ആ കുട്ടി ഇന്റർവ്യൂ കൊടുക്കുന്നതിന്റെ അകത്ത് കാലത്തിൻ്റെതായ ഒരു മാറ്റമുണ്ട്. ഇപ്പൊ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ അത് തലമുറകളുടെ വ്യത്യാസം എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ തലമുറയിൽ നിന്നുകൊണ്ടാണ്, അവര് സംസാരിക്കുന്ന അവരുടെ തലമുറയിൽ നിന്നുകൊണ്ടാണ്. ഇപ്പം ആ കുട്ടി വന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരു പെണ്ണ് കമന്റ് ഇട്ടു, ഓ ഇന്ന് സുന്ദരിയായല്ലോ എന്ന്. അപ്പൊ അടിയിലൊരു സ്ത്രീ വന്ന് കമന്റ് ഇട്ടിരിക്കുന്നത്, എന്തുണ്ടെങ്കിൽ എന്താണ്, എന്ത് സൗന്ദര്യം ഉണ്ടെങ്കിൽ എന്താണ്, ജീവിതം പോയില്ലേ എന്ന്, അതായത് ഡിവോഴ്സ് ആയില്ലേ എന്ന്. അപ്പൊ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ഗൗരി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ജീവിതം പോകും, അതെങ്ങനെ ജീവിതം പോകും? ഒരാളെ ലൈഫിലേക്ക് വരുന്നു, അയാളുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല, അയാളെ വേർപിരിഞ്ഞു പോകുന്നു, അത് വെച്ച് എങ്ങനെ ജീവിതം പോകും? അല്ലെ ഒരു ഡിവോഴ്സ് ആയ എങ്ങനെ ജീവിതം പോകും? പക്ഷെ ഞാൻ ആ സ്ത്രീ ചിന്തിച്ച എന്താന്ന് ഞാൻ പറയാം. ആ സ്ത്രീ കമന്റ് ഇട്ട് അവരുടെ പോയിന്റിലൂടെ നോക്കുമ്പം അവരുടെ തലമുറയിലെ കാര്യമാണ് അവർ പറയുന്നത്. പണ്ടൊക്കെ സ്ത്രീകൾക്കൊന്നും വിദ്യാഭ്യാസവും ഇല്ല. ഒരു വിവാഹം കഴിച്ച് ഡിവോഴ്സായി ഭർത്താവുമായിട്ട് വന്ന് അവരവരുടെ വീട്ടിൽ വന്ന് വീട്ടുകാർക്ക് ഒരു ബാധ്യതയായിട്ട് നിന്ന് ഒരു കൊച്ചുണ്ടെ അതും അധികപ്പറ്റായിട്ട് നിന്ന് ജീവിതവേ പോകും. അതാണ് അതിൻ്റെ ഇത്. പിന്നെ അന്നത്തെ കാലത്ത് ഒന്ന് ഡിവോഴ്സ് ആയ രണ്ടാമത് കല്യാണം കഴിച്ചു വിടാൻ ഇച്ചിരി കഷായിക്കും. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല സ്വന്തമായിട്ടുള്ള ഒരു വരുമാനമുണ്ട്. ആ വരുമാനം വെച്ച് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാം. ഗൗരി ചോദിക്കുന്ന പോലെ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ശ്വാസം എടുക്കുന്നുണ്ട്, ടൂറ് പോകുന്നുണ്ട്, ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഒരാള് കൂടെ ഇല്ലെന്നും പറഞ്ഞ് എങ്ങനെ ജീവിതം പോവും? അങ്ങനെ പോകത്തില്ലല്ലോ. സ്ത്രീ എഴുതിയിരിക്കുന്നതാണ്, എന്ത് സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് എന്ത് കാര്യം, ഭർത്താവ് പോയില്ലേന്ന്. അരോണോ ഇത് എങ്ങനെ വരുമോ? സീരിയസ്ലി ആ കോമന്റിൽ ഞാനൊരു സ്ത്രീ ആണ് അത് ഇട്ടിരിക്കുന്നത്. എന്ത് കാര്യം, കുടുംബം തകർന്നില്ലേ? എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരാളുടെ ലൈഫ് എങ്ങനെയാണ്, ഇപ്പം കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിലെ ജസ്റ്റ് എ പാർട്ടാണ്, അല്ലാതെ അതാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ വന്നു, അത് ഓക്കെ ആയില്ല, അത് നമ്മൾ വേണ്ടാന്ന് വെച്ച് ഞാൻ അതിന് തിരിച്ചു വന്നു. അവിടെ എങ്ങനെ എന്റെ ലൈഫ് തകർന്നു. ലിറ്ററലി ഐ എം വെരി ഹാപ്പി നൗ. അവിടെ എങ്ങനെയാണ് എന്റെ ലൈഫ് തകർന്നു? എനിക്കൊരു സോ കോൾഡ് എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുന്ന ഒരു ചിന്താശേഷി ഇല്ലാത്ത ഒരാളായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ ഇനി ഞാനൊരു ലൈഫ് ചൂസ് ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റി. എനിക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി. എല്ലാത്തിനും എല്ലാം നമ്മൾ ചോദിച്ചു വാങ്ങിക്കാം. പക്ഷെ ഈ സ്നേഹത്തിന് ബെഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മോശമാണ്. ലവിന് ബെഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ that relationship is dead. ഗൗരി പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. പുതിയ ചിന്താഗതി, പുതിയ പിള്ളേരുടെ ചിന്താഗതി ഒരു പരിധിവരെ ശരി. അതായത് ഇഷ്ടപ്പെടാനോ പരസ്പരം സ്നേഹിക്കാനോ ഒരു കാര്യം ഒറ്റതുകൊണ്ടും പൊരുത്തപ്പെട്ടു പോകാനോ ഒന്നും പറ്റാത്ത ഒരാളുടെ കൂടെ ജീവിതം വലിഞ്ഞ് നീട്ടി മുന്നോട്ട് കൊണ്ട് അങ്ങനെ പഴയ തലമുറ ഒത്തിരി പേരുണ്ട് അങ്ങനെ കഴിയുന്നത്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒന്നിലും പൊരുത്തമില്ലായിരിക്കാം, ഒന്നിലും ഇഷ്ടപ്പെടാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമോ സ്നേഹമോ ഒന്നും ബഹുമാനമോ ഒന്നും തോന്നുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെ ഒരുമാതിരി ശവത്തിന് തുല്യമായിട്ട് ആ ജീവിതം വലിച്ചു കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന സ്ത്രീകളും ഉണ്ട്. ഒരു ചിലപ്പോൾ ഒരു അടിമയായിരിക്കും, ഒരു അടിമത്തത്തോടെ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു യന്ത്രം പോലെ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വൈകിട്ട് വരെ ഒരു യന്ത്രം പോലെ പോകുന്നു. ഒരു സ്നേഹമോ പരിചരണമോ ഒന്നും എങ്ങൊന്നും കിട്ടുന്നില്ല, ഒരു പരിഗണനയില്ല, ഒന്നുമില്ല. ചിലപ്പോൾ ഒരു വീട്ടുവേലക്കാരുടെ അവസ്ഥയായിരിക്കും. ഇങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്. അങ്ങനെ വലിച്ചു കൊണ്ടുപോയാൽ അതാണ് ആ തകർച്ച, ആ ലൈഫ് തകർച്ച. കാരണം
ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതുപോലെ കിട്ടിയ ഒരു ജീവിതം മറ്റൊരാൾക്ക് കൊണ്ട് അടിയറവ് വെച്ച് നശിപ്പിച്ച് കളഞ്ഞ് അതാണ് തകർച്ച. ഗൗരി പറയുന്നതിൻ്റെ അകത്ത് അത് പോയിന്റുണ്ട്. അതേ സമയത്ത് ആ ഒരു വ്യക്തിയെ മാത്രമേ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നുള്ളൂ. അതിന് പകരം നമുക്ക് ബാക്കിയെല്ലാം നല്ല സന്തോഷം തരുന്ന, നമുക്ക് ഇഷ്ടത്തിന് ടൂർ പോകണേ പോകാം, ബാക്കി എല്ലാ കാര്യവും നമുക്ക് വരുമാനം വേണം. ഗൗരിയൊക്കെ അത് ഇത് പറയുന്നതിന് കാര്യം വരുമാനമുണ്ട്. വരുമാനം ഇല്ലാത്ത സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ്. അല്ല, വരുമാനം കണ്ടെത്തണം. ഇപ്പൊ വരുമാനം കണ്ടെത്താൻ വിദ്യാഭ്യാസം വേണമെന്നില്ല, അല്ലാതെയും പല ജോലികളുണ്ട്. ടൗണുകളിലൊക്കെ വന്ന് ഈ സിംഗിൾ പേരൻസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ, ഒരു വിവാഹം കഴിച്ച് ഒരു കുട്ടിയായി കഴിഞ്ഞിട്ടും ഇട്ടേച്ച് പോന്നിട്ട് ഒരു വീടെടുത്ത് വീടിന്റെ ഒരു മുറിയൊക്കെ ആയിട്ട് എറണാകുളത്ത് താമസിക്കുന്നവരുണ്ട്. വല്ലാതെ ബുദ്ധിമുട്ടുള്ള ബന്ധങ്ങളെ ഇപ്പൊ പെൺകുട്ടികൾ പിടിച്ചു വെക്കാറില്ല. അവരെന്തേലും ഒരു വരുമാനം കിട്ടത്തി പോരും. പിന്നെ അത് സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ പോരുമ്പോൾ നമുക്കതൊരു പ്രത്യേകത. കാരണം ഇതിങ്ങൾ കൂടുതൽ പേരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത് ചർച്ചയാവും. ബാക്കി ഞാനൊരു ഡിസിഷൻ എടുത്തപ്പോ എല്ലാവരും എന്നോട് പറഞ്ഞു എന്താ അറിയോ, ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണം. നീ ഒരു സെലിബ്രിറ്റിയാണ്, ഇത് മീഡിയ ആഘോഷിക്കും. ഓൾറെഡി മറ്റേ കല്യാണത്തിന് അഹങ്കാരപ്പട്ടം കിട്ടിയിട്ടുണ്ട്. ഇവളുടെ അഹങ്കാരം കണ്ടപ്പോഴേ നമ്മൾ വിചാരിച്ചു. പക്ഷെ എനിക്ക് എന്റെ മനസ്സാക്ഷിക്ക് എല്ലാത്തിനും ഉപരി എന്റെ പേരൻസിനും ഈശ്വരനും അറിയാം റീസൺ എന്താണെന്ന്. മനസ്സിലായി? എനിക്ക് അതിനപ്പുറത്ത് വേറെ ആരെ പ്രൂവ് ചെയ്യണം? ഞാൻ വേണമെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത കുറച്ച് പേര് കമന്റ് ഇടുന്നവരെ പേടിച്ച് വേണമെങ്കിൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞതുപോലെ ജീവിതം തകർന്നത് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഞാൻ എടുത്തത് ഇവരാരെങ്കിലും എന്റെ ഏറ്റവും മോശം സമയത്ത് എന്റെ കൂടെ നിന്നിട്ടുണ്ടോ? ഞാൻ കരഞ്ഞ ദിവസങ്ങൾ, ഞാൻ ഡിപ്രഷൻ സ്റ്റേറ്റിൽ കൂടെ ഒരു 2-2.5 വർഷം വളരെ മോശം അവസ്ഥയിൽ ട്രീറ്റ്മെന്റ് എടുത്ത് നിന്നിട്ടുണ്ട്. ആ സമയത്ത് ഇവരാരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്തിന് എന്റെ ലൈഫിൽ എനിക്കൊരു ബെറ്റർ ലൈഫ് തരുന്ന ഡിസിഷൻസിന് ഞാൻ ഇവരുടെ അഭിപ്രായം എന്തിനു നോക്കണം? ഗൗരി ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, സ്നേഹത്തിന് വേണ്ടി യാചിക്കുക, അങ്ങനത്തെ ഒരു ബെഗ് ചെയ്ത് കിടക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞൊരു വല്ലാത്ത അവസ്ഥയാന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. അപ്പൊ ഞാനിങ്ങനെ അത് കേട്ടപ്പോ എനിക്കൊരു സംശയം. ഇവര് പരിചയത്തിൽ കല്യാണം കഴിച്ചാൽ ഈ കുട്ടി വർക്ക് ചെയ്ത സീരിയലിന്റെ ഡയറക്ടർ ആയിരുന്നു. എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. അല്ല, അങ്ങനെ പരിചയമുള്ളപ്പോഴും ഇങ്ങേര് സ്നേഹിക്കാൻ അറിയാൻ മേലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഒരു വിവാഹത്തിലേക്ക് പോകും. അപ്പൊ ഇങ്ങേര് അന്ന് സ്നേഹിക്കാൻ അറിയാവുന്ന വ്യക്തിയായിരിക്കും. ഈ പ്രണയം എന്ന് പറയുന്ന സമയത്ത് പ്രണയം ഒരു ലഹരിയാണല്ലോ. ആ സമയത്ത് കാമുകിയെ പ്രണയിക്കും ഭയങ്കരമായിട്ട്. ചില ആൾക്കാർ പിന്നെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും പ്രണയമൊക്കെ അങ്ങ് നഷ്ടപ്പെടും. അതായിരിക്കാം. എന്താണേലും പരസ്പരം ഇഷ്ടമില്ലാത്ത ബന്ധം വലിച്ചു നീട്ടിക്കൊണ്ട് പോയിട്ട് അതിക്കിടന്ന് നരകിച്ച് കൈകാലിട്ടടിച്ച് ജന്മം കളയേണ്ട കാര്യമില്ല. ആകെ കൂടി നമുക്ക് ഒരു ജന്മേ ഉള്ളൂ. അത് ഏറ്റവും ആസ്വദിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത്. എന്നാലും മനുഷ്യനാണ്, പല പല പ്രശ്നങ്ങളുണ്ടാവും. എന്നാലും നമ്മൾ എടുക്കേണ്ട തീരുമാനം മറ്റാർക്കും വിടാതെ നമ്മൾ തന്നെ സ്വയം എടുത്ത് നല്ല തന്റേടത്തോടു കൂടി മുന്നിട്ട് വരുന്നതാണ് നല്ലത്. പഴയ തലമുറ, ഇപ്പൊ എന്റെ ഒന്നും തലമുറയുള്ള പെൺകുട്ടികൾക്ക് അത്രയൊന്നും അങ്ങോട്ട് ധൈര്യമില്ല. ഇപ്പൊ ഒരു ഇഷ്ടക്കേട് വന്നാൽ ഉടനെ തന്നെ എന്നാ വേണ്ടെന്ന് വെക്കാം എന്നെടുക്കാനുള്ള ഒരു ധൈര്യമൊന്നും ജോലി ഉണ്ടേലും ഇല്ല. അതാണ് കാലം മാറിയതിന്റെ തന്നെ മാറ്റമുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ആ രീതി, ഞാൻ ആ കാര്യത്തിൽ പുതിയ ന്യൂജൻ പെൺപിള്ളേരെ സപ്പോർട്ട് ചെയ്യും. വസ്ത്രധാരണം, ഈ അല്പവസ്ത്രം ധരിച്ച് നടക്കുന്നതിനെ ഞാനിപ്പോ എത്ര കാലം പുരോഗമിച്ചാലും സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ ഇങ്ങനത്തെ ചില ഫെമിനിസ്റ്റ് ആണെന്നൊക്കെ ചിലർ പറയുമെങ്കിൽ ഇങ്ങനത്തെ ചില ചിന്താഗതി എനിക്കും അവരുടെ അഭിപ്രായമാണ്. അതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഒന്നേ ഉള്ളു ജീവിതം. നമുക്ക് ആ ആകെ കിട്ടിയ ആ ഒരു ജീവിതം വല്ലവരുടെയും കാൽക്കെ കൊണ്ട് അടിമയായിട്ട് അവർക്ക് വേണ്ടി ജീവിച്ച് തീർന്ന് ശവം പോലെ ജീവിക്കുന്നതിനെക്കാട്ടും നല്ലത് 1 മിനിറ്റേ ജീവിച്ചുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവിക്കും. അതാണ് എനിക്കിഷ്ടമുള്ള തീരുമാനം. പെൺകുട്ടികൾക്ക് സപ്പോർട്ടാണ് ഞാൻ ആ കാര്യത്തിൽ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.